Dear students, today's our discussion topic is governor. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗവർണറെ കുറിച്ചാണ്. ഓരോ സ്റ്റേറ്റുകളിൽ ഗവർണർമാരുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. പിന്നെ കേരളത്തിൻ്റെ ഒരു ഗവർണറുണ്ട്, തമിഴ്നാടിന് മറ്റൊരു ഗവർണറുണ്ട്. അങ്ങനെ വിവിധ ഗവർണർ പൊസിഷൻസ് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗവർണർ പൊസിഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് ഗവർണർ, എന്താണ് അദ്ദേഹത്തിൻ്റെ ചുമതലകൾ, അദ്ദേഹത്തെ ഏത് രീതിയിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് എന്തെല്ലാമാണ് എന്നുള്ളതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഭാഗമാണ്. നിങ്ങൾ പത്രങ്ങളിൽ നിന്നൊക്കെ വായിക്കാറുള്ള, അല്ലെങ്കിൽ പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയാറുള്ള ഒരു ഭാഗം തന്നെയാണ് ഗവർണർ എന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഗവർണറെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത് ഗവർണർ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് വേണ്ടി, അതായത് സംസ്ഥാനങ്ങളിലേക്കാണ് ഗവർണറെ തിരഞ്ഞെടുക്കുന്നത്, അപ്പോയിൻ്റ് ചെയ്യുന്നത് സംസ്ഥാനങ്ങളിലേക്ക്. അപ്പോൾ കേരളത്തിലേക്ക്, അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക്, അല്ലെങ്കിൽ കർണാടകയിലേക്ക്, അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പ്രസിഡൻറ്റ് തിരഞ്ഞെടുക്കുന്ന ഒരാളെയാണ് ഗവർണറായിട്ട് നിയമിക്കാറുള്ളത്. പ്രസിഡൻറ്റ് തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പം അപ്പോയിൻ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. അവർ എന്തായിരിക്കും, പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെൻറ്, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നോമിനികളായിട്ടായിരിക്കും അവർ വരുന്നത്. ഇപ്പോൾ ഗവർണർ അപ്പോയിൻ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ദ ഗവർണർ ഈസ് നെയ്തർ ഡയറക്ട്ലി എലക്റ്റഡ് ബൈ ദി പീപ്പിൾ നോർ ഇൻഡയറക്ട്ലി എലക്റ്റഡ് ബൈ എ സ്പെഷ്യലി കോൺസ്റ്റിറ്റ്യൂഷൻ ഇലക്ട്രൽ കോളേജ് ആസ് ഇൻ കേസ് വിത്ത് ദി പ്രസിഡൻറ്റ്. അപ്പോൾ ജനങ്ങൾ ഒരിക്കലും നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ആളല്ല നമ്മുടെ ഗവർണർ എന്ന് പറഞ്ഞാൽ. ഗവർണറെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുകയല്ല, ഒരു സ്പെഷ്യലി കോൺസ്റ്റിറ്റ്യൂഡ് ഇലക്ട്രൽ കോളേജ്, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം വരുന്നത് ഗവർണർ എന്നുള്ള വ്യക്തി വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഹി ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡൻറ്റ് ബൈ വാറൻറ്റ് അണ്ടർ ഹിസ് ആൻഡ് സീൽ. അതായത് പ്രസിഡൻ്റാണ് അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. ദെൻ ഇൻ എ വേ ഹി ഈസ് നോമിനി ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അദ്ദേഹം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നോമിനി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ബട്ട് ആസ് ഹെൽഡ് ബൈ ദി സുപ്രീം കോർട്ട് ഇൻ 1979, ദി ഓഫീസ് ഓഫ് ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഈസ് നോട്ട് ആൻ എംപ്ലോയ്മെൻറ്റ് അണ്ടർ ദി സെൻട്രൽ ഗവൺമെൻറ്. ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ് ആൻഡ് ഈസ് നോട്ട് അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി സബോർഡിനേറ്റ് ടു ദി സെൻട്രൽ ഗവൺമെൻറ്. അതായത് 1979 ഒരു വിധി പ്രകാരം, സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിധി പ്രകാരം അദ്ദേഹം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നോമിനി ഓഫീസ് ഓഫ് വർക്കായിട്ടല്ല പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡി എന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ്. അത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു ഓഫീസ് തന്നെയാണ് ഗവർണർ എന്നുള്ളത്. ഗവർണർ എന്നുള്ളത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഭാഗം തന്നെയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നോമിനി എന്നൊക്കെ നമ്മൾ പറയും ഗവർണറെ കുറിച്ച്. ഗവർണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. പ്രസിഡൻറ്റിന് അതിനുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നോമിനിയായിട്ട് സംസ്ഥാനങ്ങളിലുള്ള അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ നോമിനിയായിട്ട് പ്രസിഡൻറ്റ് സംസ്ഥാനങ്ങളിലെ ഭരണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കുന്ന ഒരു ഏജൻസി ആയിട്ടാണ് ഇന്ന് ഗവർണർ എന്നുള്ള പൊസിഷൻ നിലനിൽക്കുന്നത്. അപ്പോൾ ഗവർണറുടെ ചുമതലകളും മറ്റുമൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആശയങ്ങളുമായിട്ട്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുമായിട്ടൊക്കെ ബന്ധമുള്ളതായിരിക്കും. പക്ഷേ ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ്. ഭരണഘടനാപരമായിട്ടുള്ള ഒരു പദവി ആയതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഗവർണർ അറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അണ്ടർ ദി കൺട്രോൾ ഓഫ് ഓർ സബോർഡിനേറ്റ് ടു ദി സെൻട്രൽ ഗവൺമെൻറ്. പൂർണ്ണമായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ, അല്ലെങ്കിൽ അധീനതയിലാണ്, അല്ലെങ്കിൽ അവരോട് സബോർഡിനേറ്റ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ഓക്കെ. ദെൻ ക്വാളിഫിക്കേഷൻ. ഒരു ഗവർണറായിട്ട് ഒരു വ്യക്തിയെ നിയമിക്കണമെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ സിറ്റിസൺ ആയിരിക്കണം, അതായത് ഇന്ത്യൻ പൗരത്വമുള്ള ആളായിരിക്കണം. രണ്ടാമത്തേത് മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് 35 years ഓഫ് ഏജ്. 35 വയസ്സ് ഉള്ള ആളായിരിക്കണം. 35 വയസ്സോ അതിൽ കൂടുതലോ ഉള്ള ആൾ. 35 വയസ്സിൽ കുറഞ്ഞിട്ടുള്ള ആളുകളെ ഗവർണറായിട്ട് എന്ത് ചെയ്യാറില്ല, നിശ്ചയിക്കാറില്ല. ഓക്കെ. മസ്റ്റ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ കീഴിൽ ഏതെങ്കിലും ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് കൈകാര്യം ചെയ്യുന്ന ആളാവാൻ പാടില്ല.
ദെൻ ഫോർത്ത് വൺ, മസ്റ്റ് നോട്ട് ബി എ മെമ്പർ ഓഫ് ദി യൂണിയൻ പാർലമെൻറ്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഏതെങ്കിലും സംസ്ഥാനത്തെ നിയമസഭയിലോ അല്ലെങ്കിൽ യൂണിയൻ പാർലമെൻറ്റിലോ ലോക്സഭയിലോ രാജ്യസഭയിലോ അംഗമായിട്ടുള്ള ഒരു വ്യക്തിയെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഗവർണറായിട്ട് നിയമിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞാൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതായത് അദ്ദേഹം MP ആയിരുന്നു അല്ലെങ്കിൽ MLA ആയിരുന്നു, മുമ്പ് MLA ആയിരുന്നു, അങ്ങനെയുള്ള സമയത്തൊക്കെ അദ്ദേഹത്തിന് ആ സമയത്ത് ആ പൊസിഷൻ നിർവഹിക്കുന്നില്ല എങ്കിൽ, ആ പൊസിഷനിൽ അദ്ദേഹം ഇല്ല എങ്കിൽ അദ്ദേഹത്തെ ഗവർണറായിട്ട് നിയമിക്കാം. പക്ഷേ നിലവിൽ ഒരാൾ MP ആയിട്ടോ അല്ലെങ്കിൽ MLA ആയിട്ടൊക്കെ തുടർന്നു പോരുന്ന അവസ്ഥയിൽ അദ്ദേഹം ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് പ്രതിനിധീകരിച്ചു കൊണ്ട് നിയമസഭയിലോ ലോകസഭയിലോ രാജ്യസഭയിലോ ഒക്കെ MLA ആയിട്ടോ MP ആയിട്ടൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഗവർണർ എന്നുള്ള പോസ്റ്റിലേക്ക് ചുമതലപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗവർണറുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് ദി ഏജ് ഓഫ് 35 years. Then must not hold any office of profit under the state and central government. Then fourth one, must not be a member of the union parliament or state legislature. Then we are going to discuss about term of office. അപ്പോൾ ഗവർണറുടെ ഒരു ടേം, എത്ര ടേമാണ് അദ്ദേഹത്തിനുള്ളത്, അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ദ ഗവർണർ ഈസ് അപ്പോയിൻറ്റഡ് ഫോർ എ പീരിയഡ് ഓഫ് 5 years. 5 വർഷത്തേക്കുള്ള ഒരു ചുമതലയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഗവർണറെ അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോൾ ഗവർണർക്ക് നൽകാറുള്ളത് 5 വർഷത്തെ കാലാവധി. ബട്ട് ഹി ഹോൾഡ്സ് ഓഫീസ് ഡ്യൂറിങ് ദി പ്ലഷർ ഓഫ് ദി പ്രസിഡൻറ്റ്. അപ്പോൾ പ്രസിഡൻറ്റിന് എത്രത്തോളം തുടരാൻ അദ്ദേഹത്തെ നിയമിക്കാവോ അത്രത്തോളം വേണമെങ്കിൽ എന്ത് ചെയ്യാം, തുടരാം. ഹി ഹോൾഡ് ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് ദി പ്രസിഡൻറ്റിൻ്റെ പ്രസിഡൻ്റാണ് ഗവർണർമാരെ നിയമിക്കുന്നത്. അപ്പോൾ 5 വർഷം കഴിഞ്ഞ് വീണ്ടും പ്രസിഡൻറ്റിന് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അദ്ദേഹത്തെ തന്നെ വീണ്ടും ആ സ്ഥാനത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേജിലെ ഗവർണറായിട്ട് വീണ്ടും തുടരാനൊക്കെ പറ്റും, അതിനൊന്നും പ്രശ്നമില്ല. ഹി മേ ബി ഡിസ്മിസ്ഡ് ബൈ ദി പ്രസിഡൻറ്റ് ഓർ റിമൂവ്ഡ് ബൈ ദി പ്രസിഡൻറ്റ് ഫോർ ബ്രൈബറി, കറപ്ഷൻ ഓർ ട്രീസൺ ഓർ വയലേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ, ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉയർന്നു വരിക, അഴിമതി ഉണ്ടാവുക, വയലേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ വയലേഷൻ സംഭവിക്കുകയൊക്കെ ചെയ്താൽ ഹി മേ ബി ഡിസ്മിസ്ഡ് ബൈ ദി പ്രസിഡൻറ്റിന് എന്ത് ചെയ്യാം, അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യാം. ദി ഗവർണർ ഹാസ് ആൾസോ ദി റൈറ്റ് ടു റെസിഗ്നേഷൻ ബിഫോർ ദി എക്സ്പയറി ഓഫ് ദി ടേം. അതായത് ഗവർണർക്ക് വേണമെങ്കിൽ അതിന് മുമ്പ് തന്നെ സ്വയം സ്ഥാനം ഒഴിയാനുമുള്ള അവകാശവുമുണ്ട്. ഗവർണർ ഹാസ് ആൾസോ ദ റൈറ്റ് ടു റെസിഗ്നേഷൻ ബിഫോർ ദി എക്സ്പയറി ഓഫ് ദി ടേം. അദ്ദേഹത്തിൻ്റെ ടേം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥാനത്ത് നിന്നും പിരിഞ്ഞു പോകണമെന്ന് തോന്നിയാൽ ആ ഗവർണർ പൊസിഷൻ രാജിവെക്കാനുള്ള അതിനുള്ള അവകാശം ഗവർണർക്കുണ്ട്. ദ ഗവർണേഴ്സ് ആർ എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻറ്റ് ഓഫ് മേ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. ഇപ്പോൾ കേരളത്തിലുള്ള ഒരാളെ പ്രസിഡന്റ് എന്ത് ചെയ്യാണ്, തമിഴ്നാട്ടിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തുണ്ട്, ഗവർണർ ആർ എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻറ്റ്. ഒരു ഗവർണർ 5 വർഷം കാലാവധിയാണെന്ന് പറഞ്ഞു. 5 വർഷം കഴിഞ്ഞാൽ അദ്ദേഹത്തെ വീണ്ടും തിരഞ്ഞെടുക്കാനുള്ള അധികാരം, അത് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാം. അദ്ദേഹം യോഗ്യത ഉള്ള ആളാണ് വീണ്ടും എന്ത് ചെയ്യാൻ, അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ. ഓർ മേ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. അതായത് കേരളത്തിലുണ്ടായിരുന്ന ഗവർണറെ ഒരു കാലാവധിക്ക് ശേഷം ഇനി നിങ്ങൾ തമിഴ്നാട്ടിലെ ഗവർണറാണെന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലേക്ക് മാറ്റാനുള്ള അധികാരവും ഉണ്ട്. The governor are eligible for reappointment or may be transferred from the one state to another. On certain occasion, the state government may demand for the recall of the governor. എന്നാൽ ചില സമയത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്, അതായത് കേരളത്തിന് അല്ലെങ്കിൽ തമിഴ്നാട്ടിനൊക്കെ ഞങ്ങളുടെ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള അധികാരവുമുണ്ട്. On the other certain occasions, ദ സ്റ്റേറ്റ് ഗവൺമെൻറ് മേ ഡിമാൻഡ്, പല സമയത്തും അങ്ങനെ ഡിമാൻഡുകൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ചെയ്യാറുണ്ട്, ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞിട്ട്. ഹു ആക്ട് അഗെയിൻസ്റ്റ് ദി വിഷസ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ദി പോപ്പുലർലി എലക്റ്റഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്ത ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് അവരുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ ഗവർണർ ഒരു വിലങ്ങുതടിയായിട്ട് നിന്നാൽ പലപ്പോഴും ഗവർണർ എന്നുള്ള പൊസിഷനുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഗവർണർ ഓഫീസും തമ്മിൽ പലപ്പോഴും ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രസിഡൻറ്റിനെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെയൊക്കെ അറിയിക്കാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഉണ്ട്. ഇനി പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി
ഗവർണറുടെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ദി ഗവർണർ എൻജോയ്സ് എക്സിക്യൂട്ടീവ് പവേഴ്സ്, ലെജിസ്ലേറ്റീവ് പവേഴ്സ്, ജുഡീഷ്യൽ പവേഴ്സ് ആൻഡ് എമർജൻസി പവേഴ്സ്. അപ്പോൾ വിവിധ തരത്തിലുള്ള അധികാരങ്ങൾ ഗവർണർക്കുണ്ട്. നമ്മൾ ഇന്ത്യയുടെ പ്രസിഡന്റിനെ കുറിച്ചും പ്രധാനമന്ത്രിയെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഗവർണർ എൻജോയ്സ് എക്സിക്യൂട്ടീവ് പവേഴ്സ്. ഗവർണർക്ക് എന്തുണ്ട്? എക്സിക്യൂട്ടീവ് പവേഴ്സ് ഉണ്ട്, ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഉണ്ട്, ജുഡീഷ്യൽ പവേഴ്സ് ഉണ്ട് ആൻഡ് എമർജൻസി പവേഴ്സ്. അപ്പോൾ വിവിധ പവേഴ്സ് ഗവർണർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സിക്യൂട്ടീവ് പവേഴ്സിൽ പ്രധാനമായിട്ടും വരുന്നത് എന്തെല്ലാമാണെന്ന് നോക്കാം. Article 154 of the Constitution has provided that the executive powers of the state shall be vested with the governor. അപ്പോൾ നമ്മുടെ ഒരു സംസ്ഥാനങ്ങളിലെ എക്സിക്യൂട്ടീവ് പവേഴ്സിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് അത് ഗവർണറാണ്. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൻ്റെ ഗവർണറാണ് നിലവിൽ ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പോൾ കേരളത്തിൽ വിവിധ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ്. ആർട്ടിക്കിൾ 154 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് പ്രൊവൈഡഡ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പവറാണ്, ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഭാഗം തന്നെയാണ് ഗവർണർ. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 154 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് പ്രൊവൈഡഡ് ദാറ്റ് ദ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് ഷാൾ ബി വെസ്റ്റഡ് വിത്ത് ദി ഗവർണർ. ദ ഗവർണർ അപ്പോയിൻറ്റ്സ് ദി അഡ്വക്കേറ്റ് ജനറൽ ആൻഡ് ദി ചെയർമാൻ ആൻഡ് ദി മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അഡ്വക്കേറ്റ് ജനറലെ നിയമിക്കുന്നതിലും പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനെ നിയമിക്കുന്നതിലും പിന്നെ അതിലെ മെമ്പേഴ്സ്, PSCയിലെ മെമ്പേഴ്സിനെ നിയമിക്കുന്നതിലൊക്കെ ഗവർണർക്ക് കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. ദ ഗവർണർ സെൻഡ്സ് പീരിയോഡിക് റിപ്പോർട്ട് ടു ദി പ്രസിഡന്റ് വിത്ത് റിഗാർഡ് ടു ദി സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ. സംസ്ഥാന ഭരണവുമായി ബന്ധപ്പെട്ട്, സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നിരന്തരം ഗവർണർ എന്ത് ചെയ്യും? സെൻഡ്സ് പീരിയോഡിക് റിപ്പോർട്ട്, പ്രസിഡന്റിന് റിപ്പോർട്ട് സമർപ്പിക്കും. ഹി ഇസ് ചാൻസലർ ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ഇൻ ദി സ്റ്റേറ്റിലെ യൂണിവേഴ്സിറ്റികൾ, അതായത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, അങ്ങനെ വിവിധ യൂണിവേഴ്സിറ്റികളുണ്ടാകും. സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലറായിട്ട് അറിയപ്പെടുന്നത് ഗവർണറാണ്. The governor has no power in appointing the judges of High Court, but the president consults his governor before appoints the judges of the High Court in the state. നമ്മൾ പ്രസിഡൻറ്റിൻ്റെ അധികാരങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലൊക്കെ ജഡ്ജസിനെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത്തരത്തിലുള്ളൊരു ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടുള്ള അധികാരങ്ങൾ ആർക്കില്ല? ഗവർണർക്കില്ല. എന്നാൽ പോലും പ്രസിഡൻറ്റും ഗവർണറും ഒരു കൺസൾട്ടേഷൻ നടത്തിയിട്ട്, അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഓഫ് ജഡ്ജസുമായി ബന്ധപ്പെട്ട് പല സമയത്തും പല ഡിസ്കഷൻസും നടക്കാറുണ്ട്. ഓക്കെ. ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ന് പറയുമ്പോൾ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അധികാരങ്ങൾ എന്തൊക്കെയാണ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്നുള്ളതിൽ വരുന്നത് എന്നുള്ളത് നോക്കാം. ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ദോ നോട്ട് എ മെമ്പർ ഓഫ് എയ്തർ ഹൗസ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഹൗസിൽ മെമ്പർ അല്ലെങ്കിൽ കൂടി സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അവരുടെ ലെജിസ്ലേറ്റീവ് പവേഴ്സിൽ ഗവർണർക്ക് കൃത്യമായ റോളുണ്ട്. ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഈസ് ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദി ലെജിസ്ലേച്ചർ ദോ നോട്ട് എ മെമ്പർ ഓഫ് ഏതർ ഹൗസ്. ഏതെങ്കിലും ഒരു സഭയിൽ അംഗമല്ലെങ്കിൽ കൂടി അദ്ദേഹം എന്താണ്? ലെജിസ്ലേച്ചറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. He summons, prorogues the state legislature and dissolves the state legislative assembly. ഈ സംസ്ഥാന നിയമസഭകളിൽ വിളിച്ചു ചേർക്കുന്നതിനും പിരിച്ചുവിടുന്നതിനുമൊക്കെയുള്ള അധികാരം ഗവർണർക്കുണ്ട്. He addresses the state legislature at the commencement of the new session after general election as well as opening session of every year. ഓരോ വർഷവും നിയമസഭ സമ്മേളിക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു എലക്ഷൻ കഴിഞ്ഞിട്ട് പുതിയ ഒരു നിയമസഭാ സംവിധാനം രൂപപ്പെടുമ്പോഴൊക്കെ ആ സമയത്തൊക്കെ ഗവർണർക്ക് അതിനെ നിയമസഭയെ അഡ്രസ്സ് ചെയ്യാനുള്ള അധികാരം ഉണ്ട്. നമുക്ക് അറിയാം, നയപ്രഖ്യാപനം അല്ലെങ്കിൽ പുതിയ നിയമസഭയുടെ ഉദ്ഘാടന സെഷനിൽ അങ്ങനെയുള്ള വിവിധ സമയങ്ങളിൽ ഗവർണർ പങ്കെടുക്കുന്നതൊക്കെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വരാറുള്ളതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട അധികാരങ്ങളിൽപ്പെട്ടതാണ്. ലെജിസ്ലേറ്റീവ് പവേഴ്സിൽ ഏതെങ്കിലും ഒരു ഹൗസ് നിയമസഭയിൽ അംഗമല്ലെങ്കിൽ കൂടി നിയമസഭയുമായി ബന്ധപ്പെട്ട ഒരുപാട് അധികാരങ്ങൾ ഗവർണർക്കുണ്ട്. അത് വിളിച്ചു ചേർക്കുന്നതിനും പിരിച്ചുവിടുന്നതിനും, പിന്നെ ചില സമയത്ത് മീറ്റിങ്ങുകൾ ആരംഭിക്കുമ്പോൾ അവിടെ ഗവർണർ അഡ്രസ്സ് ചെയ്യുന്നതിനൊക്കെയുള്ള ഗവർണർക്ക് നിയമസഭയെ അഡ്രസ്സ് ചെയ്യുന്നതിനൊക്കെയുള്ള അധികാരമുണ്ട്.
ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ടതാണ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്നുള്ളത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വൺ പേഴ്സൺ ഫ്രം ദി ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി, if he feel that the Anglo-Indian community is not fairly represented in the House and nominate one of the members to the legislative council. അതായത് പ്രധാനമായിട്ട് പറയുന്നത് ഗവർണർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നോമിനേറ്റ് ചെയ്യപ്പെടാം. ഗവർണർക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യാം. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിട്ട് നിയമസഭകളിലേക്ക് ഒരാളെ ഗവർണർക്ക് എന്ത് ചെയ്യാം, നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ അതിൽ പറയുന്ന പ്രധാനപ്പെട്ടതാണ് പ്രയർ സാങ്ഷൻ ഓഫ് ദി ഗവർണർ ഈസ് നീഡഡ് ഫോർ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് മണി ബിൽ. അപ്പോൾ പ്രധാനമായിട്ടും ബില്ല് അവതരിപ്പിക്കുമ്പോൾ, ഓരോ ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ മണി ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാങ്ഷൻ വാങ്ങൽ അനിവാര്യമാണ്. പിന്നെ പ്രധാനമായിട്ടും പറയുന്നത് ഇൻ ദി ആബ്സെൻസ് ഓഫ് ദി സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ദ ഗവർണർ അപ്പോയിൻറ്റ്സ് വൺ പേഴ്സൺ ടു കണ്ടക്ട് ദ ബിസിനസ് ഓഫ് ദി ഹൗസ്. അപ്പോൾ പ്രധാനപ്പെട്ട ചില മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ സ്പീക്കറോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കറോ ഒക്കെ ആബ്സെൻ്റ് ആയാൽ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി, അതായത് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്ന നിയമസഭ അതിൻ്റെ പ്രൊസീജിയറിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളെ ആ മീറ്റിംഗ് നിയന്ത്രിക്കാൻ, ആ മീറ്റിങ്ങിന് അധ്യക്ഷത വഹിക്കാൻ ചുമതലപ്പെടുത്താനുള്ള അധികാരം ഗവർണർക്കുണ്ട്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ഗവർണർ എന്നുള്ളതിൽ. ജുഡീഷ്യൽ പവേഴ്സിൽ പറയുന്നത് ദ ഗവർണർ ഹാസ് സർട്ടൻ ജുഡീഷ്യൽ ഫങ്ഷൻസ്. ഗവർണർക്ക് എന്തുണ്ട്, വിവിധ ജുഡീഷ്യൽ ഫങ്ഷൻസ് ഉണ്ട്. ഹി ക്യാൻ പാർഡൺ, റിപ്രീവ് ഓർ റെഡ്യൂസ് ദി പണിഷ്മെൻറ്റ് ഓഫ് പേഴ്സൺ ഹു ഹാസ് ബീൻ adjudged guilty by any court in the state. The governor has also the power to commuting the sentences. അതായത് ഏതെങ്കിലും ഒരു കേസിലോ മറ്റോ ഒക്കെ സ്റ്റേറ്റിലെ കോടതികൾ, അതായത് കേരളത്തിലെ ഏതെങ്കിലും കോടതി ഒരാൾക്ക് ശിക്ഷ വിധിച്ചാൽ ആ ശിക്ഷ റെഡ്യൂസ് ചെയ്യുന്നതിന്, ആ ശിക്ഷ ഇല്ലാതാക്കി കൊടുക്കുന്നതിനൊക്കെയുള്ള അധികാരം ഗവർണർക്കുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ നിലവിൽ ഗവർണർ ഹാസ് ആൾസോ ദ പവർ ഓഫ് കമ്മ്യൂട്ടിങ് ദി സെൻറ്റൻസസ്. ശിക്ഷ ഒഴിവാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ ശിക്ഷ ലഘൂകരിക്കാനുള്ള അധികാരങ്ങൾ ഒക്കെ ആർക്കുണ്ട്, ഗവർണർക്കുണ്ട്. ദെൻ എമർജൻസി പവേഴ്സ് എന്ന് പറയുമ്പം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദ ഗവർണർ ക്യാൻ റിപ്പോർട്ട് ദ പ്രസിഡന്റ് വിത്ത് റിഗാർഡ് ടു ദി ബ്രേക്ക് ഡൗൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഇൻ ദി സ്റ്റേറ്റ് വിത്ത് ഹിസ് റെക്കമെൻഡേഷൻ റിഗാർഡിംഗ് ദി ഇമ്പോസിഷൻ ഓഫ് ദി സ്റ്റേറ്റ് എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 356 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതിൽ പറയുന്നത് നമ്മൾ എമർജൻസിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്ന അടിയന്തരാവസ്ഥ, വിവിധ അടിയന്തരാവസ്ഥകളുണ്ട്. 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകളുണ്ട്. ഇൻറ്റേർണൽ എമർജൻസി എന്ന് പറയും. ഇൻറ്റേർണൽ എമർജൻസി എന്ന് പറഞ്ഞാൽ രാജ്യത്ത് മൊത്തമായിട്ടുള്ള അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നതാണ്. ദെൻ സ്റ്റേറ്റ് എമർജൻസി, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ, ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ, കർണാടകയിൽ, അങ്ങനെ ഓരോ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അടിയന്തരാവസ്ഥയാണ് സ്റ്റേറ്റ് എമർജൻസി. ദെൻ ഫിനാൻഷ്യൽ എമർജൻസി, തേർഡ് വൺ ഫിനാൻഷ്യൽ എമർജൻസി. അപ്പോൾ സ്റ്റേറ്റ് എമർജൻസിയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ അധികാരം ഗവർണർക്കുണ്ട്. The governor can report to the president with regards to the breakdown of constitutional machinery in the state. അതായത് ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി, അതായത് ഭരണഘടനാപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ, കൃത്യമായി റൂൾ ഓഫ് ലോ, നിയമവാഴ്ച ഇല്ല എങ്കിൽ ആ സ്ഥലങ്ങളിൽ പ്രസിഡൻഷ്യൽ റൂൾ റെക്കമെൻഡ് ചെയ്യാൻ, എമർജൻസി പ്രഖ്യാപിക്കണമെന്നുള്ളത് പ്രസിഡൻറ്റിനെ റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം ഗവർണർക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ പ്രഖ്യാപിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 356. ഗവർണർക്കുള്ള പ്രധാനപ്പെട്ട അധികാരമാണ് റെക്കമെൻഡേഷൻ ഓഫ് എമർജൻസി ഇൻ സ്റ്റേറ്റ്. അതായത് എമർജൻസി റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം ഗവർണർക്കുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ അങ്ങനെ എമർജൻസി പ്രഖ്യാപിച്ചാൽ അവിടുത്തെ നിയമസഭയ്ക്കുള്ള അധികാരം നഷ്ടമാവുകയും പകരം ഗവർണറുടെ കീഴിലുള്ള ഒരു ഭരണം അവിടെ, അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ റൂൾ എന്നാണ് പറയുക, പ്രസിഡൻഷ്യൽ റൂൾ വരികയും ചെയ്യും. അപ്പോൾ വിവിധ തരത്തിലുള്ള ഗവർണറുടെ അധികാരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഗവർണർ എന്താണ്? ഗവർണർ എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധിയായിട്ട്, അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ ഒരു നോമിനിയായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. അപ്പോൾ ഗവർണറുടെ ഓഫീസുമായി ബന്ധപ്പെട്ട അവരുടെ ക്വാളിഫിക്കേഷൻ, ടേംസ്,
പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. അപ്പോൾ വിവിധ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഭാഗമാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, നോട്ട്സൊക്കെ റെഡിയാക്കുക. താങ്ക് യു.